പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് പിന്നെയല്ലേ പരിശോധിക്കണ്ടേ? അതെ, ചോദിച്ചു കഴിഞ്ഞോ? ഇനി ഇടയ്ക്ക് ഇടപെടരുത്. ഈ ചോദ്യം നിങ്ങളെന്താ ഇന്നലെ വരെ ചോദിക്കാത്തത്? അല്ല, പറയട്ടെ. താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അല്ല കേട്ടോ. ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ 3 തവണ കുറിച്ചു. ഇത്രയും ഗുരുതരം. അപ്പോൾ ഗുരുതരമാണെന്ന് അറിയാമല്ലേ ആരോപണം? എന്തേ ആ ഗുരുതരം 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? അല്ല, അതാ അങ്ങോട്ട് അങ്ങ് വെയിറ്റ് ചെയ്യും. അങ്ങ് ചോദിച്ചല്ലോ. ഒരു മിനിറ്റ് കേൾക്കൂ. പോലീസിനല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അല്ല, വെയിറ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇതൊരു നിങ്ങൾ കേൾക്ക്. ഒരു ആരോപണം ഉയരുന്നു, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ്, താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ്. ഇത് അതീവ ഗുരുതരമാണ്. ആണല്ലേ? ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? ഇപ്പൊ പോലീസിന്റെ പെടലേക്ക് ചാരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ? അതെന്ത് സെലക്റ്റീവ്നെസ് ആണ്? ഒരു ജാള്യതം തോന്നുന്നില്ല? ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോടിപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല? ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല? എന്തേ പറഞ്ഞില്ല? അതീവ ഗുരുതരമാണല്ലോ. ആദ്യം തന്നെ എൻ്റെ പ്രശ്നം. അല്ല, ആ ചോദ്യത്തിന് മറുപടിയാണ് ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ? എൻ്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറ. അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന 3 തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം, ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ കാരണം. റിപ്പോർട്ട് ചെയ്തു അല്ലേ? അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ? നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞെന്താ? സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി, അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം. അതെ, മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തർക്കമില്ല. നിങ്ങൾ റിപ്പോർട്ട് ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ. ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ. എൻ്റെ ചോദ്യം, ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ? പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. അതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു, ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ്, ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷേ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല. അവിടെ പറഞ്ഞാൽ മതി. മാധ്യമങ്ങളല്ല. നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം. പോലീസിനോടാണല്ലോ ചോദിക്കേണ്ടത്. നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ DCPയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും.